Dear students, animal kingdom ആയിരുന്നല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഫൈലങ്ങൾ ഓരോന്നായിട്ട് പോറിഫെറ, സിലിൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്ഹെൽമിന്തസ് വരെ പഠിച്ചു. നെക്സ്റ്റ് ഫൈലമാണ് ഫൈലം ആർത്രോപോഡ ആൻഡ് ഫൈലം മൊളസ്ക. ഫൈലം ആർത്രോപോഡയും ഫൈലം മൊളസ്കയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫൈലം ആർത്രോപോഡയിലെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, അവരുടെ ക്യാരക്ടേഴ്സ്? നമുക്കറിയാം ആർത്രോപോഡ എന്നുള്ളൊരു വാക്ക് തന്നെ ദ ആനിമൽസ് വിത്ത് ജോയിൻറ്റഡ് ലെഗ്സ് അല്ലെങ്കിൽ ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്നാണ്. നമുക്ക് ഈ കാണപ്പെടുന്ന ജീവികളെല്ലാം ബട്ടർഫ്ലൈസ് ഇതെല്ലാം അല്ലേ, മോസ്കിറ്റോസ് അങ്ങനെയുള്ള ഈ ടൈപ്പ് ജീവികളുടെ എല്ലാം ഒരു പ്രത്യേകതയും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഇൻസെക്ട്സ് എന്നാണ് അല്ലേ. അപ്പോൾ ഇത് കൂടാതെയും ചില ജീവികൾ ഈ ഫൈലത്തിൽ ഉണ്ട്. കൂടുതലും ഇൻസെക്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ ഫൈലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയുടെ എല്ലാം ലെഗ്സ് ആർ കണക്റ്റഡ് അല്ലേ, ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഫൈലത്തിന് ആർത്രോപോഡ എന്ന പേര് കിട്ടിയത്. ആർത്രോ എന്ന് പറഞ്ഞാൽ jointed and poda means appendages or legs, കാലുകൾ എന്നാണ്. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആർത്രോപോഡ ഈസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമേലിയ വിച്ച് ഇൻക്ലൂഡ് ഇൻസെക്ട്സ്. ആർത്രോപോഡ ഈസ് ദ ലാർജസ്റ്റ് ഫൈലം, വലിയ ഫൈലമാണ്. ഏതിൽ? അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതിൻ്റെ അകത്തെ വലിയ ഫൈലമാണ് ആർത്രോപോഡ. അതിൻ്റെ അകത്താണ് ഈ ഇൻസെക്ട്സ് എന്ന് പറയുന്ന മെജോറിറ്റി ജീവികളും വരുന്നത്. ഓവർ 2/3 ഓഫ് ഓൾ ദ നെയിം സ്പീഷീസ് ഓൺ എർത്ത് ആർ ആർത്രോപോഡ്. ഏകദേശം 2/3 ജീവികൾ, എർത്തിലെ 2/3 ജീവികളും ആർത്രോപോഡയാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാർജസ്റ്റ് ഫൈലം. ഏറ്റവും കൂടുതൽ ജീവികളുള്ള ഒരു ഫൈലമാണ് ആർത്രോപോഡ. അത് നമുക്ക് എക്സാമ്പിൾസ് ഇനിയും പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ ഈ കാണുന്ന ആനിമൽസ് എല്ലാം തന്നെ ഇൻസെക്ട്സ് വർഗത്തിൽ വരും. അപ്പോൾ ഇൻസെക്ട്സ് അല്ലാത്ത കുറേ ജീവികൾ കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ട്. അതിന് നമുക്കറിയാവുന്ന കുറേ ജീവികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്രോൺ, കൊഞ്ച് അല്ലേ, ക്രാബ് പോലുള്ള ജീവികൾ. ഇതെല്ലാം നമുക്കറിയാം അക്വാട്ടിക് ആർത്രോപോഡ്സ് ആണ്, വെള്ളത്തിൽ കാണുന്ന ആർത്രോപോഡ്സ്. പിന്നെ ഉണ്ട് വേറെ ജീവികൾ എന്ന് പറയുന്നത് ഇപ്പം സ്പൈഡർ അല്ലേ, സ്കോർപ്പിയോ, അതെല്ലാം ഈ ഫൈലത്തിൽ വരുന്നതാണ്. ഇനി ഇവരുടെ എല്ലാം ഓരോ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞല്ലോ ലാർജസ്റ്റ് ഫൈലമാണ്. പിന്നെ ദേ ഹാവ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഹാവ് ഓർഗൻ സിസ്റ്റം. ഇവരുടെ ശരീരത്തിൽ ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം പോലുള്ള സിസ്റ്റംസ് എല്ലാം തന്നെ ഉണ്ട്. ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ. ഈ ജീവികളെ നമുക്ക് ഒറ്റ പ്രതലത്തിൽ കൂടെ മാത്രം കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ് കിട്ടും അല്ലേ. ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ ആയാലും ഒരു പിന്നെ ഏതായാലും സ്പൈഡർ ആയാലും ഒക്കെ നമ്മൾ പഠിച്ചതാണ് ഇതിനെ ഒറ്റ ലൈനിൽ കൂടെ അല്ലേ ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന ജീവികൾ. പിന്നെ നമ്മൾ അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 3 ജേം ലെയേഴ്സ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ്? എക്ടോഡേം ഉണ്ട്, മീസോഡേം ഉണ്ട്, ഏറ്റവും അകത്ത് എൻഡോഡേം. അങ്ങനെ 3 ഡേം ലെയേഴ്സ് അല്ലെങ്കിൽ ജേം ലെയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണെന്ന് പറയുന്നത്. പിന്നെ ഇവർ സെഗ്മെൻറ്റഡ് ആണ് അല്ലേ, ലീനിയർലി സെഗ്മെൻറ്റ്. നമുക്കറിയാം ഈ കൊഞ്ചിൻ്റെയൊക്കെ ശരീരത്തിൽ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ വരകൾ പോലെ സെഗ്മെൻറ്റ്സ് ആയിട്ട് കാണാൻ കഴിയും അല്ലേ. അതുകൊണ്ടാണ് സെഗ്മെൻറ്റഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇവർ സീലോമേറ്റ് ആണ് അല്ലേ. അവർ സീലോമേറ്റ് ആനിമൽ. സീലോം ഈസ് പ്രസൻറ്റ് ഇൻ ദ മീസോഡേം ഏരിയ. അപ്പോൾ ദേ ഹാവ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ദ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക്, സെഗ്മെൻറ്റഡ് ആൻഡ് സീലോമേറ്റ് ആനിമൽസ്. ഇനി ദ ബോഡി ഓഫ് ആർത്രോപോഡ് ഈസ് കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ. അവരുടെ ശരീരത്തിൽ നമ്മൾ നോക്കിയാൽ ഈ ബീറ്റിൽസ് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് ബീറ്റിൽസ്, പലതരം ഇൻസെക്ട്സ്,
ഷ്രിംസ്, അതായത് ചെമ്മീൻ, അല്ലേ, ഇവരുടെയൊക്കെ ശരീരത്ത് ഇത് സ്പൈഡറാണ്. സ്പൈഡറിന് അങ്ങനൊരു അധികമില്ല. അതേസമയം ഇങ്ങനെയുള്ള ജീവികൾക്കെല്ലാം എന്തുണ്ട്, അവർക്കൊരു ഔട്ടർ കവറിങ് ഉണ്ട്, അല്ലേ, ഒരു പുറന്തോടുണ്ട്. നമ്മൾ ഈ ബീറ്റിൽസിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ, അതിൻ്റെ പുറത്തൊരു തോടുണ്ട്, അല്ലേ, ചെല്ലി പോലുള്ള ജീവികളൊക്കെ അവയ്ക്കെല്ലാം തോട്. അതുപോലെ പാറ്റായ്ക്കും ഉണ്ട് ഒരു ചെറിയ തോട്. അപ്പോൾ ആ തോടിന് പറയുന്ന പേരാണ് കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ. കൈറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ച അവരുടെ എക്സോസ്കെൽറ്റൻ മീൻസ് ശരീരത്തിന് പുറത്ത് കാണുന്ന സ്കെൽറ്റൻ എന്നർത്ഥം. അങ്ങനെ ഒരു കട്ടിയുള്ള ഒരു തോട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് ഉണ്ട്, കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ. അപ്പോൾ ദ ബോഡി ഈസ് കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ. പിന്നെ ഈ ജീവികളുടെ ശരീരം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, thorax and abdomen. അവരുടെ ശരീരത്തിനെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു, ഹെഡ്, thorax, abdomen. They have jointed appendages. ഓൾറെഡി ഞാൻ പറഞ്ഞു, കാലും കൈയും ഒക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലേ, ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജോയിൻറ്റ് ചെയ്തേക്കുന്നത് കൊണ്ടാണ് ഈ ഫൈലത്തിന് ഏത് പേര് കിട്ടിയേ? ആർത്രോപോഡ. ആർത്രോസ് എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് എന്നും, പോഡ മീൻസ് അപ്പൻഡേജസ് അല്ലെങ്കിൽ ലെഗ്സ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ളതുകൊണ്ടാണ് ദിസ് ഫൈലം ഈസ് കോൾഡ് ആസ് ആർത്രോപോഡ. അടുത്തവരുടെ റെസ്പിറേറ്ററി ഓർഗൻ. റെസ്പിറേറ്ററി ഓർഗൻസ് ആർ ഗിൽസ്. അവർക്ക് ഇപ്പോൾ അക്വാട്ടിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അക്വാട്ടിക് ആയിട്ടുള്ള പ്രോണ്, ക്രാബ് പോലുള്ള ജീവികളിലൊക്കെ അവർക്ക് ഗിൽസ് ആണുള്ളത്, അല്ലേ, ഇൻറ്റേർണൽ ഗിൽസ് അവരുടെ ശരീരത്തിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഹെഡ് റീജിയനിൽ അവർക്ക് ഗിൽസ് കാണും. പിന്നെ അതുപോലെ ചില ജീവികൾക്ക് ബുക്ക് ഗിൽസ് ഉണ്ട്, അല്ലേ, ക്രാബിനൊക്കെയാണ് അത് ഉള്ളത്, ബുക്ക് ഗിൽസ് എന്ന് പറയുന്ന റെസ്പിറേറ്ററി ഓർഗൻ. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ സ്പൈഡറിലും ഒക്കെ ഉള്ള ഒരു പിന്നെ റെസ്പിറേറ്ററി ഓർഗനാണ് ബുക്ക് ലങ്സ് എന്ന് പറയുന്നത്. സ്പൈഡറിലാണ് ബുക്ക് ലങ്സ്. പിന്നെ ട്രക്കിയൽ സിസ്റ്റം ഉണ്ട്. ട്രക്കിയൽ സിസ്റ്റം എല്ലാം കാണുന്ന എല്ലാ തരം ഇൻസെക്ട്സിലാണ്, ഈച്ച, കൊതുക്, വണ്ടന്, അങ്ങനെയുള്ള എല്ലാ ജീവികളിലും ഒക്കെ കാണുന്ന സിസ്റ്റമാണ് ട്രക്കിയൽ. അപ്പം നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ റെസ്പിറേറ്ററി ഓർഗൻസ് ഗിൽസ് ഉണ്ട് ഇൻ അക്വാട്ടിക് ആർത്രോപോഡ്സ്, ബുക്ക് ഗിൽസ് ഇൻ ക്രാബ്, ബുക്ക് ലങ്സ് ഇൻ സ്പൈഡർ ആൻഡ് ട്രക്കിയൽ സിസ്റ്റം ഇൻ ട്രക്കിയൽ ട്യൂബ്സ് ആണ് മറ്റെല്ലാ ഇൻസെക്ട്സിലും ഉള്ളത്, റെസ്പിറേറ്ററി ഓർഗനാണ്. പിന്നെ അവരുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞാൽ, സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓഫ് ഓപ്പൺ ടൈപ്പ്. അവരുടെ ഇതൊരു പാറ്റയുടെ സെഷനാണ് കാണിച്ചേക്കുന്നത്. അവരുടെ ഉള്ളിൽ ഒരു ഹാർട്ടുണ്ട്, ഹാർട്ടിന് ചുറ്റിനുമുള്ള ബോഡി ക്യാവിറ്റി നിറച്ച് ബ്ലഡ് ഫിൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹാർട്ടിൽ കൂടെ മാത്രമേ ഈ ബ്ലഡ് ഒഴുകുന്നുള്ളൂ, ബാക്കി ഭാഗങ്ങളിലെല്ലാം ഇത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റത്തിനെയാണ് നമ്മൾ ഓപ്പൺ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണിച്ചിരിക്കുന്ന കോക്രോച്ചിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെയാണ്. പിന്നെ അവരുടെ സെൻസ് ഓർഗൻസ് ആണ്. ഒന്ന് ആൻറ്റിനി എന്ന് പറയും, അല്ലേ, നമുക്കറിയാം പാറ്റയുടെയൊക്കെ ആണെങ്കിലും തേള് അങ്ങനെയുള്ള ജീവികൾക്കെല്ലാം, അതുപോലെ പിന്നെ പൂമ്പാറ്റ, അല്ലേ, ഇതിനെല്ലാം ഇങ്ങനെ ഒരു കൊമ്പ് പോലുള്ളൊരു ആൻറ്റിനി ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈച്ചയൊക്കെ ആണെങ്കിലും കോക്രോച്ചൊക്കെ ആണെങ്കിലും ഇതിനിങ്ങനെ ലാഷ് ചെയ്ത് ഇങ്ങനെ പോകും, മുന്നോട്ടിങ്ങനെ തട്ടി നോക്കും. എന്തിനു വേണ്ടിയാ? മുന്നിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ളൊരു ചുറ്റുപാടുകളെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ആൻറ്റിനി ഉള്ളത്. പിന്നെ അവരുടെ കണ്ണെന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ. അവരുടെ കണ്ണിൻ്റെ പ്രത്യേകതയാണ് കോമ്പൗണ്ട് ഐ ആണ്. കോമ്പൗണ്ട് ഐ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ണ് എന്നൊക്കെ പറയുമ്പോൾ സിമ്പിൾ ഐ ആണ്, അതായത് നമ്മുടെ കണ്ണിൻ്റെ അകത്ത് ഒരു ലെൻസാണുള്ളത്, അല്ലേ. അതേസമയം കോമ്പൗണ്ട് ഐ എന്ന് പറഞ്ഞാൽ അനേകം പീസസ് ഓഫ് ലെൻസ് ഉള്ള ഒരു കണ്ണാണ് കോമ്പൗണ്ട് ഐ എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നീട് കോമ്പൗണ്ട് ഐനെ കുറിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഈ കോമ്പൗണ്ട് ഐയും സിമ്പിൾ ഐയും ഉള്ള ജീവികൾ ഈ ഫൈലത്തിൽ ഉണ്ട്. പിന്നെ അവർക്കൊരു ബാലൻസിങ് ഓർഗൻ ഉണ്ട്. ആ ബാലൻസിങ് ഓർഗൻ അവരുടെ ഹെഡ് റീജിയനിലായിട്ട് കാണും, വിച്ച് ഇസ് കോൾഡ് ആസ് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയും. ബാലൻസിങ്, അതായത് പിന്നെ ബാലൻസിൽ പോകാൻ വേണ്ടിയൊക്കെ നിൽക്കാനും ഒക്കെ വേണ്ടി സഹായിക്കുന്ന ഓർഗനാണ് സ്റ്റാറ്റോസിസ്റ്റ്. അപ്പം സെൻസ് ഓർഗൻസ് ആൻറ്റിനി ഉണ്ട്, ഐസ് ഉണ്ട്, സ്റ്റാറ്റോസിസ്റ്റും ബാലൻസിങ് ഓർഗനായിട്ട് ഉണ്ട്. പിന്നെ എസ്ക്രീഷൻ ടേക്ക് പ്ലേസ് ത്രൂ മാൽപീജിയൻ ട്യൂബ്യൂൾ. നിങ്ങളത് പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ. എസ്ക്രീഷൻ ഇതൊരു പാറ്റയുടെ സെക്ഷനാണ്. അതിൽ അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ടാണ് എന്ത് കാണുന്നത്? മാൽപീജിയൻ
ട്യൂബ്യൂൾസ് ഉള്ളത്. അപ്പോൾ ഈ മാൽപീജിയൻ ട്യൂബ്യൂളാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. എക്സ്ക്രീറ്ററി ഓർഗനാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. പിന്നെ ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ്. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിലിനെയും ഫീമെയിലിനെയും നമുക്ക് വേർതിരിച്ച് കാണാം, രണ്ടായിട്ട് കാണാൻ കഴിയും. ഫീമെയിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫീമെയിലും മെയിലും തമ്മിൽ വ്യത്യാസം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഫീമെയിൽ ആർ ലാർജർ, അല്ലേ, കുറച്ച് വലുതാണ്. അതിൻ്റെ അബ്ഡോമിനൽ റീജിയൻ ബ്രോഡാണ്. അതേസമയം മെയിലിൻ്റെ അങ്ങനെയല്ല, ഇറ്റ് ഈസ് സ്ലെൻഡർ. അതിൻ്റെ അബ്ഡോമിനൽ ഈ ഭാഗം ഇങ്ങനെ അധികം വണ്ണമില്ലാത്തതാണ്, അല്ലേ. അതാണ് അവരുടെ തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. പിന്നെ ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഇപ്പോൾ നമുക്കറിയാം ലാൻഡ് അനിമൽസിലെല്ലാം തന്നെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ, ഇവരെല്ലാം കരയിൽ ജീവിക്കുന്ന ജീവികളാണ്, അല്ലേ. ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫീമെയിലിൻ്റെ ബോഡിക്ക് ഉള്ളിലാണ് മെയിൽ സ്പേം ഡിപ്പോസിറ്റ് ചെയ്യുകയും അങ്ങനെ ഫീമെയിലിൻ്റെ ബോഡിയിൽ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ഫെർട്ടിലൈസേഷനെയാണ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ദേ ആർ മോസ്റ്റ്ലി ഓവിപാരസ്. മിക്കവാറും ഈ ജീവികളെല്ലാം തന്നെ ഇൻസെക്റ്റ് വർഗത്തിലുള്ള എല്ലാ തന്നെ ജീവികളും ഓവിപാരസ് നിങ്ങൾക്കറിയാം, എഗ് ലേയിങ് എന്ന് പറയും, മുട്ടയിടുന്ന ജീവികളാണ്. പിന്നെ ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റും ആകാം ഇൻഡയറക്റ്റും ആകാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ലാർവ ഇല്ലാത്തതും, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ലാർവ ഉള്ള തരം ജീവികളും ഇതിനകത്ത് ഈ ഫൈലത്തിൽ ഉണ്ട്. ഇതിലുള്ള എക്സാമ്പിൾസ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ കുറേ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്നാണ് ഏപ്പിസ്. ഏപ്പിസ് എന്ന് പറയുന്നത് ഹണി ബീ ആണ്. ഹണി ബീയുടെ ശാസ്ത്രീയ നാമമാണ് ഏപ്പിസ് എന്ന് പറയുന്നത്. പിന്നെയുള്ള സിൽക്ക് വോമാണ് ഈ കാണിച്ചത്. അതിന് ബൊംബാക്സ് എന്നാണ് സിൽക്ക് വോമിൻ്റെ. പിന്നെ ലാക്ക് ഇൻസെക്റ്റ് അല്ലെങ്കിൽ ലാസിഫർ. അത് ലാസിഫർ എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഇത്. ലാസിഫർ എന്ന് പറയുന്ന ലാക്ക് ഇൻസെക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇവർ 3 പേരും എങ്ങനെയാണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവികളാണ്. അപ്പം ഹണി ബീയെക്കുറിച്ചും സിൽക്ക് വോമിനെ കുറിച്ചും നമുക്ക് അറിയാം, അല്ലേ. സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെ ഹണി ബീ ആണെങ്കിൽ ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇത് വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. അതാണ്. അപ്പോൾ ഇത് പേര് പഠിച്ചോണം. അടുത്ത വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും മൊസ്കിറ്റോസ് ആണ്. നമുക്കറിയാം രോഗം പരത്താൻ സഹായിക്കുന്ന ജീവികളെയാണ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് രോഗങ്ങൾ പരത്തുന്ന ജീവികളെയാണ് വെക്ടറുകൾ എന്ന് നമ്മൾ പറയുന്നത് ബയോളജിയിൽ. അപ്പോൾ അതിൽ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം പോലെ വെക്റ്റേഴ്സ് ഉണ്ട്. അതിൽ 2-3 എണ്ണത്തിനെ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കണം. അനോഫിലസ് മൊസ്കിറ്റോ, പിന്നെ ക്യൂലെക്സ് മൊസ്കിറ്റോ, ഈഡിസ് മൊസ്കിറ്റോ. ഈ മൊസ്കിറ്റോസിനെ കുറിച്ചൊക്കെ നമ്മൾ പല രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനോഫിലസ് മൊസ്കിറ്റോ, ക്യൂലെക്സ് മൊസ്കിറ്റോ, ഈഡിസ് കൊതുകുകൾ, അല്ലേ, അങ്ങനെയുള്ള. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് രോഗം പരത്തുന്ന ഓർഗാനിസത്തിനെ ചോദിച്ചാൽ നമുക്ക് ഈ പേരുകൾ പറയാം. അനോഫിലസ് എന്നും ക്യൂലെക്സ് എന്നും ഈഡിസ് എന്നും പറയാം. പിന്നെ ഗ്രിഗേറിയസ് പെസ്റ്റ് എന്ന് പറയുന്ന പെസ്റ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലേ. പെസ്റ്റിസൈഡ്സ് എന്ന് കേട്ടിട്ടില്ലേ. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ കീടങ്ങൾ. നമുക്കറിയാം നെല്ലുമൊക്കെ കൃഷി ചെയ്യുന്നിടത്തൊക്കെ ഇതുങ്ങൾ കാണും. ഇവർ പോയി എന്ത് ചെയ്യുന്നു, പ്ലാന്റിനെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, അല്ലേ. ലോക്കസ്റ്റ എന്ന് പറയുന്ന ഇൻസെക്റ്റാണ്. അതുപോലെ വേറൊരു ജീവിയാണ്, ഒരു ലിവിങ് ഫോസിൽ, ഒരു ക്രാബാണിത്. ആ ക്രാബിൻ്റെ പേരാണ് ലിമുലസ് എന്ന് പറയുന്നത്. അതൊരു ലിവിങ് ഫോസിൽ എന്ന് ഉദ്ദേശിക്കും കാരണം ഇത് പണ്ട് കാലത്തേ ഉള്ള ഒരു ജീവിയാണ്. ഇപ്പോഴും ഇതിൻ്റെ കുറേ സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലിവിങ് ഫോസിൽ, ജീവിക്കുന്ന ഫോസിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പേര് ഓർത്തിരിക്കുക, ലിമുലസ് എന്ന് പറയും. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച എല്ലാ ക്യാരക്ടേഴ്സും ഒന്നുകൂടെ ഓടിച്ച് പറയാം. ദിസ് ഇസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമേലിയ വിച്ച് ഇൻക്ലൂഡ് ഇൻസെക്ട്സ്. Over 2/3 of all named species on Earth are arthropod. They have organ system level of organization. They are bilateral symmetrical, triploblastic, segmented and coelomate. ഇത് ഇത്രയും കാണാതെ പഠിച്ചിരുന്നതാണ്. ബൈലാറ്ററൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സെഗ്മെന്റഡ് ആണ്, സീലോമേറ്റും ആണ്.
അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ദ ബോഡി ഓഫ് ആർത്രോപോഡ ഈസ് കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, thorax ആൻഡ് അബ്ഡോമിൻ. ദേ ഹാവ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. അതുകൊണ്ടാണ് അവരെ ആർത്രോപോഡ എന്ന് വിളിക്കുന്നത്. റെസ്പിറേറ്ററി ഓർഗൻ ആർ ഗിൽസ്, ബുക്ക് ലങ്സ് ആൻഡ് ട്രക്കിയൽ സിസ്റ്റംസ്. ഇതെല്ലാം ഓരോ തരം ജീവികളിലാണ് കാണുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിൽ ഓപ്പൺ ടൈപ്പാണ്. സെൻസ് ഓർഗൻസ് ലൈക്ക് ആൻറ്റിനെ, ഐസ് രണ്ട് ടൈപ്പും ഉണ്ട്. കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ഐ. സ്റ്റാറ്റോസിസ്റ്റ് ബാലൻസിങ് ഓർഗൻ ആർ പ്രസൻറ്റ്. എക്സ്ക്രിപ്ഷൻ ടേക്ക് പ്ലേസ് ത്രൂ ആൽപിജിൻ ട്യൂബിൾ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർത്രോപോഡയുടെ എന്ന് ചോദിക്കാം. ഇൻസെക്ട്സിലെ എക്സ്ക്രിറ്ററി ഓർഗൻ എന്താണെന്നും ചോദിക്കാം. ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ്. നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റഡ് ആണ് എന്നുള്ളതാണ് ഡയേഷ്യസ് എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ ഈസ് ഇന്റേണൽ. ദേ ആർ മോസ്റ്റ്ലി ഓവിപാരസ് ഓർ എഗ് ലേയിങ്. ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ലാർവ ഇല്ലാത്തവരും ഉണ്ട്, ലാർവ ഉള്ളവരും ഉണ്ട്. ഇത്രയാണ് ആർത്രോപോഡയെ കുറിച്ച് പറയാം. നെക്സ്റ്റ് നമ്മൾ ഫൈലം മൊളസ്കയാണ് പഠിക്കുന്നത്. ഫൈലം മൊളസ്ക എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന ജീവികളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കറിയാം, നമ്മൾ പലതിനെയും കണ്ടിട്ടുണ്ട് അല്ലേ. ഇതുപോലുള്ള തോടുകളൊക്കെ നമ്മൾ മുറ്റത്തൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. സ്നെയിൽസിൻ്റെയാണ് ഇത് തോടുകൾ കാണുന്നത്. സ്നെയിൽ ഒച്ച് വർഗത്തിൽ അല്ലേ, ഒച്ച് വർഗത്തിൽ വരുന്ന ജീവികളാണ് ഇവരെല്ലാം. പിന്നെ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പിന്നെ ആറ്റിലൊക്കെ കാണുന്ന കക്ക പോലുള്ള ജീവികൾ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും, പടമൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒക്ടോപ്പസ് അല്ലേ, അങ്ങനെയുള്ള കുറേ ജീവികൾ. ഹെർമിറ്റ് ക്രാബ് എന്നൊക്കെ പറയുന്ന ഹെർമിറ്റ് ക്രാബ് അല്ല ഇത്. നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറയാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത? അപ്പോൾ ഈ ഫൈലത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഇവരെല്ലാം നമ്മളിപ്പോൾ ഒച്ചിനെ കണ്ടാൽ നമുക്കറിയാം, ഒച്ച് അല്ലേ. ഒച്ചെന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡീഡ് ആനിമൽസ് ആണ് അല്ലേ. സോഫ്റ്റ് ആണ് അവരുടെ ശരീരം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് വരുന്ന മിക്ക ജീവികളിലും ദെയർ ബോഡി ഈസ് സോഫ്റ്റ്. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡി ആയതുകൊണ്ട് ഇവർക്ക് ഒരു ഔട്ടർ കവറിങ് അല്ലെങ്കിൽ ഒരു കാൽക്കേറി ഷെൽ ഇവരുടെ പുറത്ത്, നമ്മൾ ഈ കക്കായും സ്നെയിലിനും ഒക്കെ ഉള്ള തോട് പോലുള്ള കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു തോട് ഇവർക്ക് ഉണ്ട്. പിന്നെ ഈ ഫൈലത്തിൻ്റെ ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം. അനിമേലിയയ്ക്കകത്തുള്ള രണ്ടാമത്തെ വലിയ ഫൈലമാണ്. ആർത്രോപോഡ കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനത്ത് വരുന്നതാണ് മൊളസ്ക എന്ന് പറയുന്ന ഫൈലം. മൊളസ്ക് ആർ ടെറസ്ട്രിയൽ ഓർ അക്വാട്ടിക്. ടെറസ്ട്രിയൽ ആയിട്ടുള്ള മൊളസ്കും ഉണ്ട്, അക്വാട്ടിക് ആയിട്ടുള്ള, അതായത് കരയിലുള്ളവരും ഉണ്ട്, വെള്ളത്തിലുള്ളവർ തന്നെ മറൈൻ ആയിട്ടുള്ളവരും ഉണ്ട്. ഫ്രഷ് വാട്ടർ, മറൈൻ മീൻസ് കടലിലുള്ളവർ, അല്ലാതെ ശുദ്ധജലത്തിലുള്ളവരും ഉണ്ട്. ഹാവിങ് ആൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ കുറേ അനിലിഡ തൊട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ എല്ലാം തന്നെ ഓർഗൻ സിസ്റ്റം ലെവലാണ്. അവർക്ക് എല്ലാ തരം സിസ്റ്റംസും ഉണ്ട്. സർക്കുലേറ്ററി, റെസ്പിറേറ്ററി അല്ലേ, അങ്ങനെയുള്ള സിസ്റ്റംസ് എല്ലാം തന്നെ ഉണ്ട്. ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ ആനിമൽ. അതായത് ബൈലാറ്ററൽ സിമെട്രി നമുക്കറിയാം. ഈ ജീവിയെ നമുക്ക് ഒറ്റ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താൽ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നവരാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന ട്രിപ്ലോബ്ലാസ്റ്റിക്. ഇനിയുള്ള ഫൈലം എല്ലാം തന്നെ ഇങ്ങനെയായിരിക്കും. ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിരിക്കും, സീലോമേറ്റ് ആയിരിക്കും. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. 3 ജേം ലെയേഴ്സ് ഉണ്ടെങ്കിൽ ട്രിപ്ലോബ്ലാസ്റ്റിക്. സീലോം എന്ന് പറയുന്ന ക്യാവിറ്റി ഉണ്ടെങ്കിൽ അവരെ സീലോമേറ്റ് എന്നും നമ്മൾ പറയും. ബോഡി ഈസ് കവേർഡ് ബൈ കാൽക്കേറി ഷെൽ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവരുടെ സോഫ്റ്റ് ബോഡീഡ് ആനിമൽസ് ആണ്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, സോഫ്റ്റ് ബോഡീഡ് എന്നുള്ളത്. അത് ഇതിൽ കാണിച്ചിട്ടില്ല, എന്നാലും നിങ്ങൾ എഴുതിയിട്ടിരുന്നതാണ്. സോഫ്റ്റ് ബോഡീഡ് ആനിമൽസ് ആണ്. സോ ബിക്കോസ് ഓഫ് ദ സോഫ്റ്റ് ബോഡി ആയതുകൊണ്ട് ദർ ബോഡി ഈസ് കവേർഡ് വിത്ത് എ കാൽക്കേറിയസ് ഷെൽ. കാൽക്കേറിയസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഒരു തോടുണ്ട് അല്ലേ, കാക്കായുടെയൊക്കെ തോട് പോലുള്ള തോട്. ആ തോടിനെയാണ് നമ്മൾ കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച തോടുണ്ട്. ആൻഡ് ദർ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻറ്റു, എങ്ങനെയാണ് അവരുടെ ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഒരു ഹെഡ് ഉണ്ട്, ഒരു മസ്കുലാർ ഫൂട്ട് ഉണ്ട് അവർക്ക്, പിന്നെ ഒരു വിസറൽ ഹമ്പ്, അതായത് ഒരു തലയുണ്ട്, ഒരു പാദമുണ്ട്. ഒറ്റ പാദമുള്ള ജീവികളാണ്
പിന്നെ അവരുടെ ഒരു ശരീരം എന്ന് പറയുന്ന ഒരു വിസറൽ മാസ്, ഒരു ചെറിയൊരു ഭാഗം മാത്രമേ അവരുടെ ബോഡി എന്ന് പറയാനുള്ളൂ. അതിനെ പറയുന്നതാണ് വിസറൽ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്, മസ്കുലാർ ഫൂട്ട് ആൻഡ് വിസറൽ ഹംപ്, അല്ലെ വിസറൽ മാസ് എന്ന് പറയും. A soft and spongy layer of skin forms a mantle over the visceral hump. അവരുടെ ബോഡിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബോഡിയുടെ വിസറൽ ഹമ്പിൻ്റെ ചുറ്റിനും ഒരു മാൻഡിൽ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ ഉണ്ട്. ഇതാണ് മാൻഡിൽ. ഈ കറുപ്പ് നിറത്തിൽ കാണിച്ചിരിക്കുന്നതാണ് മാൻഡിൽ. മാൻഡിൽ എന്ന് പറയുന്നത് ഈ ബോഡിയെ കവർ ചെയ്ത് കാണുന്ന ഒരു മെംബ്രെയിനാണ്. സോഫ്റ്റ് സ്പോഞ്ചി ലെയർ ആണ്. ദ സ്പേസ് ബിറ്റ്വീൻ ദ ഹംപ് ആൻഡ് ദ മാൻഡിൽ ഈസ് കോൾഡ് മാൻഡിൽ ക്യാവിറ്റി. ഈ മാൻഡിലിനും ബോഡിയുടെ ഇടയ്ക്ക് കാണുന്ന സ്പേസിനെയാണ് മാൻഡിൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ ഇടയിലായിട്ട് വരുന്ന ക്യാവിറ്റി, അതിനെ മാൻഡിൽ ക്യാവിറ്റി എന്ന് പറയും. ഇൻ വിച്ച് ഫെദർ ലൈക്ക് ഗിൽസ് ആർ പ്രസൻറ്റ്. ഇതാണ് അവരുടെ ഗിൽസ്. ഈ റെഡ് കളർ കാണിച്ചിരിക്കുന്നതാണ് ഗിൽസ്. അപ്പോൾ മാൻഡിലിൻ്റെ ഇടയിലായിട്ടാണ് ഗിൽസ് വരുന്നത്. അപ്പോൾ ഗിൽസ് വഴിയാണ് അവർ റെസ്പിറേഷനൊക്കെ ചെയ്യുന്നത്. ദേ ഹാവ് റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫങ്ഷൻ. ഗിൽസിന് 2 റോളുണ്ട്. റെസ്പിറേഷനും ചെയ്യും, അതേസമയം എക്സ്ക്രീറ്ററി ജോലിയും ചെയ്യും, വിസർജനവും ഉണ്ട്. ദ ആൻറ്റീരിയർ ഹെഡ് റീജിയൻ ഹാസ് സെൻസറി ടെൻറ്റക്കിൾസ്. അവർ ഹെഡ് റീജിയനിൽ ഒരു കോമ്പോ പോലെ ഉള്ള ഒരു 2 ടെൻറ്റക്കിൾസ് ഉണ്ട്. ടെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ വിരൽ പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സ്. നമ്മൾ ഒച്ചിൻ്റെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ സെൻസ് ചെയ്യാൻ വേണ്ടിയാണ്, ആൻറ്റിനെ പോലെയാണ് ഇരിക്കുന്നത്. അതിന് പറയുന്നതാണ് സെൻസറി ടെൻറ്റക്കിൾസ് എന്ന് പറയും. പിന്നെ അവരുടെ ഈ ഒരു ഫൈലത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണ് അടുത്തൊരു പോയിന്റ്. ദ മൗത്ത് കണ്ടെയ്ൻ എ ഫൈൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ് കോൾഡ് റാഡുല, അല്ലേ? അപ്പോൾ ഇതേപോലെ നമുക്കറിയാം, ഇപ്പം അരിവാളിനെ പോലെ ഇരിക്കുന്ന ഒരു ചുരണ്ടുന്ന അവയവം, നമ്മൾ ചിരവയുടെയൊക്കെ നാക്ക് പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആരുടെ വായിലുണ്ട്? ഈ മൊളസ്കിൻ്റെ വായിലുണ്ട്. അപ്പോൾ അതിൻ്റെ വായിലായിട്ട് കാണുന്ന ഒരു റാസ്പിംഗ് ഓർഗൻ, ഇങ്ങനെ ചുരണ്ടി അതിന് ഫുഡൊക്കെ ചുരണ്ടി തിന്നാൻ വേണ്ടിയുള്ള ഒരു സ്ട്രക്ചറാണ് ഈ റാഡുല. ഇത് നന്നായിട്ട് ഓർത്തിരുന്നോണം. മൊളസ്കിൻ്റെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് റാഡുല ഉണ്ടെന്നുള്ളത്. അടുത്ത്, ദേ ആർ യൂഷ്വലി ഡയേഷ്യസ്. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആൻഡ് ഓവിപാരസ്, എഗ് ലേയിങ് ആണ്, വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ലാർവ ഉണ്ട്, അല്ലേ? ലാർവ ഉണ്ട്. ആ ലാർവ വളർന്നാണ് പിന്നെ അഡൽട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ അവരുടെ ലൈഫ് സൈക്കിളിൽ ഓവിപാരസ് ആണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റും ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പൈല എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഈ കാണിച്ചത്. പൈല നമ്മളിങ്ങനെ അതിനെ വിളിക്കുന്ന പേരാണ് ആപ്പിൾ സ്നീൽ എന്ന് പറയും. എല്ലാം ഈ ഒച്ചു വർഗത്തിൽ വരുന്ന ജീവികളാണ്. എല്ലാവരുടെ ബോഡി സോഫ്റ്റാണ്. ഇത് വേറൊരു ജീവിയാണ് പിങ്ടാഡ എന്ന് പറയുന്നത്. പിങ്ടാഡ അല്ലെങ്കിൽ പേൾ ഓയിസ്റ്റർ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പേൾ കൾച്ചർ എന്നൊക്കെ, അല്ലേ? അപ്പോൾ ഈ പേൾ ഓയിസ്റ്റേഴ്സിൻ്റെ ഷെല്ലിനുള്ളിലായിട്ടാണ് ഈ പേൾ ഉണ്ടായി വരുന്നത്. പേൾ എന്ന് പറഞ്ഞാൽ മുത്ത്. അപ്പം നിങ്ങൾ മുത്തുച്ചിപ്പി എന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? ആ മുത്തുച്ചിപ്പിയാണ് പേൾ ഓയിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മുത്തുച്ചിപ്പിയുടെ ശരീരത്തിനുള്ളിലാണ് മുത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് മണൽത്തരിയോ മറ്റെന്തെങ്കിലും വസ്തുക്കൾ അവരുടെ മാൻഡിൽ ക്യാവിറ്റി എന്ന് പറഞ്ഞില്ലേ, ആ ക്യാവിറ്റി ഉള്ളിൽ അകപ്പെട്ടു പോകുമ്പോഴാണ് ഈ ഷെല്ലിൻ്റെ അകത്തുനിന്ന്, കാൽക്കേറിയ ഷെല്ല് ഇതിൻ്റെ ഈ മണൽത്തരിയുടെ മുകളിലായിട്ട് ഇങ്ങനെ ലെയേഴ്സ് ഉണ്ടാക്കുകയും ആ ലെയേഴ്സ് കുറേ നാൾ ഉണ്ടായി കഴിയുമ്പോൾ അതൊരു മുത്തായിട്ട് മാറുകയും ചെയ്യും, അല്ലേ? അത് നാച്ചുറലായിട്ടുണ്ടാകുന്ന പേളാണ്. അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ടും ഇങ്ങനെ പേൾ കൾച്ചർ നടത്താറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ തൂത്തുക്കുടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പേൾ കൾച്ചർ നടത്താറുണ്ട്. മുത്ത് നിർമ്മിക്കുന്ന ഈ പേൾ ഓയിസ്റ്റേഴ്സിനെ വളർത്തി മുത്തുൽപ്പാദിപ്പിക്കുന്ന പരിപാടി ഒക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ട്. പിന്നെ മറ്റ് ഒരു ജീവിയാണ് സെപ്പിയ എന്ന് പറയുന്നത്, അല്ലെ കട്ടിൽ ഫിഷ്. നമ്മൾ കണവ എന്ന് പറയുന്ന സാധനം, അല്ലേ? അത് നമ്മൾ പിന്നെ മീനിന് പകരമായിട്ടൊക്കെ മീൻ പോലെ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സെപ്പിയ എന്ന് പറയുന്നത്, അല്ലേ? കടലിൽ കാണുന്ന ഒരു ജീവിയാണ് കട്ടിൽ ഫിഷ് എന്ന് പറയും. അപ്പോൾ ഇനി നമ്മൾ കുറേ ഫിഷസിനെ കഴിഞ്ഞ
ഫൈലങ്ങളിൽ നമ്മൾ ഫിഷസിനെ പഠിച്ചിരുന്നു. അതേപോലെ ഇന്ത്യത്ത് വരുന്നൊരു ഫിഷാണ് കട്ടിൽ ഫിഷ്. ഇവ യഥാർത്ഥത്തിൽ ഫിഷ് അല്ല, ഇതൊരു മൊളസ്കനാണ് അല്ലേ. കടൽ മഷിക്കുപ്പി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതിനെയാണ്. പിന്നെ ലൊളിഗോ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. അങ്ങനെ ഓരോ ജീവികളും ഉണ്ട്. എൻ്റെ പേര് ലൊളിഗോ അല്ലെങ്കിൽ സ്ക്വിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ജീവികളുടെ രണ്ട് പിക്ചേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒക്ടോപ്പസ് എന്ന് പറയുന്ന ജീവി, നമുക്ക് ഒക്ടോപ്പസിനെ അറിയാം, അത് ഒരു ഫിഷായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഡെവിൾ ഫിഷ്. അതിൻ്റെ പേര് ശ്രദ്ധിക്കുക. ഡെവിൾ ഫിഷ് എന്ന് കേട്ടാൽ അത് ഓർക്കുക, ഇത് നീരാളിയാണ് അല്ലെങ്കിൽ ഒക്ടോപ്പസ് ആണ്. മറ്റേ ഒരു ജീവിയാണ് അപ്ലീസിയ എന്ന് പറയുന്നത്, സീ ഹെയർ എന്ന് പറയുന്ന ഒരു ജീവി. സീ ഹെയർ അല്ലെങ്കിൽ അപ്ലീസിയ. ഡെൻഡേലിയം എന്ന് പറയുന്ന ടസ്ക് ഷെൽ. ടസ്ക് ഷെൽ എന്ന് പറയുന്ന ഇതിൻ്റെ പുറത്തെ തോടെന്ന് പറയുന്ന ഒരു ആനക്കൊമ്പ് പോലെ ഇങ്ങനെ നീളത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ടസ്ക് ഷെൽ എന്ന് പറയുന്നത് അല്ലേ. കടൽ തീരത്തൊക്കെ നമ്മൾ നോക്കിയാൽ ഇതുപോലുള്ള ആനക്കൊമ്പ് പോലെ, അത്രയും വലിപ്പമില്ല, ചെറിയ ആനക്കൊമ്പിൻ്റെ ഷേപ്പേ ഉള്ളൂ, അത്രയും വലിപ്പമില്ല, അങ്ങനെയുള്ള ചെറിയ തോടുള്ള ജീവികളാണ് ഡെൻഡേലിയം എന്ന് പറയുന്നത്. കീറ്റോപ്ലിയൂറ എന്ന് പറയുന്ന കൈറ്റൺ എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത്രയാണ് മൊളസ്കൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി മൊളസ്കൻസിനെ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ദിസ് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം അല്ലേ, സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം. Molluscans are terrestrial or aquatic, having an organ system level of organization. പിന്നെ they are bilateral, symmetrical, triploblastic and coelomate animal. Body is covered by calcareous shell and is unsegmented with a distinct head, muscular foot and visceral hub. ഇത് ശ്രദ്ധിക്കുക. Body is covered with calcareous shell with a distinct head, muscular and visceral hub. ഇതുപോലെ ക്യാരക്ടേഴ്സ് തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് ഏത് ഫൈലത്തിൽ വരുന്നതാണ്. അപ്പോൾ വിസറൽ ഹമ്പും മസ്കുലാർ ഫൂട്ടും ഒക്കെ ഉള്ള കാൽക്കറിയസ് ഷെല്ലും ഒക്കെ ഉള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ ഓർക്കുക മൊളസ്ക എന്ന് പറയണം. പിന്നെ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയേഴ്സ് ഓഫ് സ്കിൻ ഫോംസ് എ മാൻഡിൽ ഓവർ ദ വിസറൽ ഹംപ്. മാൻഡിൽ ഉള്ള ജീവികൾ മൊളസ്കൻസ് ആണ്. പിന്നെ the space between the hump and mantle is called mantle cavity, in which the feather-like gills are present. Mantle cavityയിലാണ് gills കാണുന്നത്. They have respiratory and excretory function. ഈ ഗിൽസിന് രണ്ട് ജോലികളാണ്, റെസ്പിറേഷനും ഉണ്ട് എക്സ്ക്രീഷനും ഉണ്ട്. The anterior head region has sensory tentacles അല്ലേ, കൊമ്പ് പോലുള്ള ടെൻറ്റക്കിൾസ് ഇവർക്ക് ഉണ്ട്. മൗത്ത് contain a file-like rasping organ for feeding അല്ലേ, ആഹാരം കഴിക്കാൻ വേണ്ടി ചെറുണ്ടാൻ ഉപയോഗിക്കുന്ന ഒരു അവയവം ഇവരുടെ വായിലുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് എസ് റാഡുല. റാഡുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ആർ യൂഷ്വലി ഡയേഷ്യസ്, ഓവിപാരസ് വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഡയേഷ്യസ് ആണ്, മെയിൽ ആൻഡ് ഫീമെയിൽ തിരിച്ചറിയാൻ പറ്റും. എഗ് ലേയിങ് ആണ്, ലാർവൽ സ്റ്റേജസ് ഉണ്ട്. ഇത്രയാണ് ഈ ഫൈലത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ ഈ രണ്ട് ഫൈലത്തിൻ്റെ പ്രത്യേകതകൾ, ഒന്ന് ആർത്രോപോഡ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഫൈലമാണെന്ന് ഓർക്കുക. ജോയിൻറ്റഡ് അപ്പൻഡേജസ് അല്ലെങ്കിൽ ജോയിൻറ്റഡ് ലെഗ്സ് ഉണ്ടെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക നന്നായിട്ട്. ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. മൊളസ്കയും ഇമ്പോർട്ടൻ്റ് ആണ്, സെക്കൻഡ് ലാർജസ്റ്റ് ഫൈലം എന്നും, അതുപോലെ റാഡുല ഉള്ള ജീവി, അതുപോലെ മാൻഡിൽ ഉള്ള ജീവികൾ എന്നൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത്രയാണ് ഈ രണ്ട് ഫൈൽ.